ഔലിയാക്കളുടെ കറാമത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഉയർച്ചയെന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഉള്ളൂ. അത് മഹാനായ ഖുത്ബുൽ ആലം സയ്യിദ് വലിയുള്ളാഹിയുടെ കറാമത്താണ്. ഔലിയാക്കളെ കറാമത്തിനൊന്നും പറ്റില്ല, അത് കറാമത്തായി നിൽക്കുവാണ്. അപ്പൊ ചോദിക്കട്ടെ, ഉസ്താദ് സീമുൽഖാന്റെ കറാമത്താണ് ഉസ്താദ്, ആ കറാമത്തിന് നിൽക്കുന്നുണ്ടോ? ഇല്ലേ എന്ന് പറയോ? ഉസ്താദിന്റെ വാർത്തയ്ക്ക് പിന്നിൽ സീമുൽഖാന്റെ കറാമത്താണ് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്നോട് നിൽക്കണ്ടേ? അവിടെ നിൽക്കണ്ടേ? പട്ടൂരേക്ക് ഇപ്പോൾ നിൽക്കണ്ടോ? ഇല്ല, സീമുൽഖാന്റെ കറാമത്തായിട്ട് നിൽക്കണ്ടോ? ഒന്ന് പറഞ്ഞോ. ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത് അന്നും ഇന്നും എന്നും ഉസ്താദിന്റെ മഹത്വത്തിന്റെ പിന്നിൽ, വളർച്ചയ്ക്ക് പിന്നിൽ ബഹുമാനപ്പെട്ട സീമുൽഖാന്റെ കറാമത്ത് തന്നെയാണ്. നിങ്ങൾ ഇന്ന് അതിലുണ്ടോ? നിങ്ങളുടെ ഭാഷയിൽ ആ കറാമത്ത് മുറിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് അല്ലേ? ഒന്ന് നിലപാട് പറയോ? കുഞ്ഞമ്മ എന്തെങ്കിലും കണ്ടല്ലോ, ഒന്ന് പറഞ്ഞോളൂ നമുക്ക് മൈക്കെടുത്ത് കണ്ട്. പിന്നീട് അസുഖമായി ആ കഴിവ് അല്ലാഹു എടുത്തു കളഞ്ഞു. എന്താ എടുത്തു കളയാനുള്ള കാരണം എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ കഴിവ് ഇന്നും അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം മകന് വേണ്ടി, ശിഷ്യന് വേണ്ടി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങൾ വരെ മാറ്റിമറിച്ച് പ്രസംഗിച്ച് ആളുകളെ വസ്വാസാക്കും എന്നതുകൊണ്ടാണ് ആ കഴിവ് തന്നെ മശായിഖുമാർ എടുത്തു കളഞ്ഞത് എന്ന് ലോകർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളെ ശൈഖന്മാർ യഥാർത്ഥ മശായിഖന്മാരാണെങ്കിൽ ആ കഴിവ് എടുത്തു കളയല്ലേ വേണ്ടിയിട്ട്, ഉസ്താദിനെ ഇന്ന് ഹിഫ്ലും കാവലും നൽകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പം ഇങ്ങനെ കാവൽ നിങ്ങളെ ശൈഖന്മാർ നൽകേണ്ടതെന്ന് പറയണ്ടല്ലോ. എ പി ഉസ്താദ് നിങ്ങളെ നേതാവാണെന്നും ഞങ്ങൾ എ പി ഉസ്താദിന്റെ യഥാർത്ഥ അനുയായികളാണെന്നും സീമലായി പറഞ്ഞിട്ടുണ്ട്. എന്തേ എ പി ഉസ്താദാണ് ഹക്ക് എന്നും എ പി ഉസ്താദ് പറഞ്ഞ ഉറപ്പാണ്, ഉറപ്പിൽ സീമലായി പറഞ്ഞ ഉറപ്പാണ്, ഉറപ്പിൽ മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പ്രസംഗിച്ച് നിങ്ങൾ ഉസ്താദിനെ ആരെങ്കിലും അങ്ങനെ പേപ്പിക്കുന്നുണ്ട് നിങ്ങൾ വാദമുണ്ടെങ്കിൽ ഉസ്താദിനെ അതിന് കാവൽ കൊടുക്കില്ല വേണ്ടി മോയിന്താളെ നിങ്ങൾ മശായിഖന്മാർ ചെയ്യേണ്ടത്. എടുത്തു കളയില്ല. ആരപ്പോൾ എടുത്തു കളഞ്ഞെന്ന് പറ്റി പറഞ്ഞാൽ മറ്റേ സ്വന്തം ഭാര്യനായിട്ട് ലോകം ഇവ മകത്തും മറക്കാതെ തെണ്ടി നടക്കണ ഓനെ എടുത്തു കളഞ്ഞ് തന്നെ അതിന് ഓനെ എടുത്തു കളഞ്ഞ് ആദ്യം എടുക്കാൻ പഠിപ്പിക്കണ്ടേ? ഓളത് ഫുള്ള് എടുത്തു കളഞ്ഞിക്കാണ്ട് നടക്കണ്ടേ? സംഭവത്തിൽ ഊരിയത് ഓളതാ, ഓൻ്റെതും ആ ഊരിയ കോലൊക്കെ നമ്മൾ കാണണ്ടേ? വല്ലാതെ ഞങ്ങളോട് പഠിപ്പിച്ചണ്ട, മനസ്സിലായോ? അത് ഇടാൻ നോക്കുക ആദ്യം, എന്നിട്ട് മറ്റുള്ളത് ഊരാ കേട്ടോ, അതെടുക്കാൻ നോക്ക്. പിന്നെ നിങ്ങൾ ഊര ഉണ്ടാവും. അത് ഞാൻ മുമ്പ് പറഞ്ഞേ, ഊരിൽ ആരുടെയൊക്കെ ഒരു രജ് ഇജും അൻവരും കുഞ്ഞാമൊക്കെ ഊര ഉണ്ടാവും. ആ ഊരാ മതി നിങ്ങൾ, വേറെ ഊരാൻ എടുക്കാൻ നടക്കണ്ട. എടുത്തു കളഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ഇതിലാണെങ്കിൽ ചങ്ങായിമാരെ നിങ്ങൾ ഉസ്താദിന് കാവലല്ലേ നൽകേണ്ടത്? ഉസ്താദിനെ ആരും വെപ്പിക്കണമെങ്കിൽ ഒന്നും കൂടി വെപ്പിക്കാൻ വേണ്ടി ആക്കി കൊടുക്കലാ തന്നെ. അതാ പറഞ്ഞ നിങ്ങൾ യഥാർത്ഥ ശൈഖന്മാരും മശൈഖന്മാരും നല്ലടോ, കള്ള ശൈത്താന്മാരാണ് നിങ്ങൾ എല്ലാവരും. അതെല്ലാവർക്കും മനസ്സിലായില്ല. ശൈത്താനേത്താൾ ഇങ്ങനെ കണ്ട് സർവ്വ സ്ഥലത്തും